Hello, good morning all. Hello, good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു പുതിയ ദിവസം തുടങ്ങട്ടെ. നല്ല ചിന്തയും നല്ല വാക്കും നമ്മുടെ വഴിയെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സതീശൻ സാറാണ്. സാറ് റിട്ടയർഡ് സിവിൽ എഞ്ചിനീയർ ആണ്. സാറിന്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ്. സാറ് നമ്മളുടെ വിംബിൾ അക്കാദമിയിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 23rd ബാച്ച് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ സാറിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു സമയത്തും പഠിക്കാനൊക്കെ തയ്യാറായി വരുന്നതും അതേപോലെ തന്നെ ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വരുന്നതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അപ്പോൾ സാറിനെ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരെയും ഞാൻ 2026 മാർച്ച് 17 തീയതി എന്ന ഒരു സുദിനത്തിലേക്ക് ഞാനും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് വിംബിൾ അക്കാഡമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന സജന മുസ്തഫ മാഡത്തിനും അതിൻ്റെ മറ്റ് സംഘാടകർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും റൂട്ടീനാണെങ്കിൽ കൂടിയും എല്ലാവരും 5 മണിക്ക് എല്ലാം ഉണർന്ന് ഇടിച്ചതിന് ശേഷം ഇങ്ങനെ മോർണിംഗ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആ മോർണിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് കുറേ മനസ്സമാധാനവും കുറേ പുതിയ അറിവുകളും പങ്കുവയ്ക്കുന്നു എന്ന കാര്യം എനിക്ക് നല്ലപോലെ വ്യക്തമാണ്. ഞാനും പലപ്പോഴും ഇതിനകത്ത് കയറാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എന്നെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവർക്കും അതീതമായി നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ സബ്ജക്റ്റാണ്. ഇതിനു മുമ്പ് ഞാനിത് ഒരു 3-4 വർഷം മുമ്പ് ഞാനൊരു അസോസിയേഷന് വേണ്ടിയിട്ട് ചെയ്ത ഇതിൻ്റെയാണ്. അന്ന് 2.5 മണിക്കൂർ പെർഫോമൻസ് ആയിരുന്നു. അതിനെ എടുത്തിട്ട് ഞാനിപ്പോൾ ഹാഫ് അവറിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ചില ലിമിറ്റേഷൻസ് അതിനകത്തുണ്ടാകും. ഫുള്ളായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ ഫീഡ്ബാക്ക് എനിക്ക് വേണം. പക്ഷേ ഈ ഒരു റിക്വസ്റ്റ് ഒന്ന് കേൾക്കുക. ഫീഡ്ബാക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും വോയിസ് ചെയ്തിട്ടാൽ എനിക്കത് സൗകര്യമായിരുന്നു, കേൾക്കാൻ സൗകര്യമാണ്, പിന്നീടത്തേക്ക് ഉപയോഗമുള്ളതാണ്. അത് പറയുന്നതിൻ്റെ പ്രത്യേക കാരണം കൂടിയുണ്ട്. ഞാൻ സമയം കിട്ടും പോലെ വിശദമാക്കി തരാം. അതായത് വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് തരാൻ എനിക്ക് ഈ ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഈ ആഹ്വാനിടയ്ക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. അതിനൊരു ജാമ്യം കൂടെയാണ് ഈ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് കിടക്കാം. സൗന്ദര്യം, അതായത് ബ്യൂട്ടി, അതിനെ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണ്. ഈ മ്യൂസിക് നിങ്ങൾ കേട്ടായിരുന്നോ? ഒരു ചെറിയ ഭാഗമെങ്കിലും കേട്ടു. ഓക്കെ, ഫൈൻ. ഇതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് കുടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി, യുവതി ഹൃദയേ വസതി, ക്വ ജപ ക്വ തപ ക്വ സമാധി വിധി. ഇത് ശരിക്കും പറയുന്നത് തിരുവാതിരക്കളിയുടെ അല്ലെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് രൂപത്തിലുള്ള ഒരു ശ്ലോകത്തിൻ്റെ ഒരു വെർഷനാണ് നമ്മൾ കേട്ടത്. ഇതിനുള്ള അർത്ഥം എന്ന് പറയുന്നത്, ചന്ദ്രനെ പോലെ മുഖമുള്ളവൾ, സിംഹത്തിൻ്റെ പോലെ തന്നെ സുന്ദരമായ അരക്കെട്ടുള്ളവൾ, ഗജരാജൻ്റെ രീതിയിലുള്ള ഗൗരവമുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സുന്ദരി മനസ്സിൽ താമസിച്ചാൽ നമുക്ക് ജപിക്കാൻ സമയം എവിടെ, തപസ്സിരിക്കാൻ സമയം എവിടെ, മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം എവിടെ? കാരണം ആ സൗന്ദര്യത്തിൻ്റെ മുഴുകി എന്നാണ്
ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ കണ്ണിൽ കാണുന്നതിനെ നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക്. അതുപോലെ തന്നെ പത്രോസ് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും ആയ പുറമേയുള്ളതും സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സാകുന്ന അക്ഷയഭൂഷണമുള്ള ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇത് പത്രോസ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഇതുപോലെ നമുക്ക് അടുത്തൊരെണ്ണം പറയാൻ പറ്റുന്ന ഒരെണ്ണം ഞാൻ അടുത്തൊരു കൊണ്ടുപോകുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിലേക്കാണ്. ഇതിനകത്ത് വലിയ അധികാരങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ ഒന്നായിട്ടാണ് ഈ ഗ്രീക്ക് മിത്തോളജിയിൽ സൗന്ദര്യത്തെ കാണുന്നത്. ഗ്രീക്ക് പുരാണങ്ങൾ സൗന്ദര്യത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അഫ്രോഡൈറ്റിയാണ്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രീക്കിൽ ഉണ്ടായിട്ടുള്ള പല യുദ്ധങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ഈ സൗന്ദര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഗ്രീക്കിലുള്ള ഒരു ആളാണ് നാർസിസ്. നാർസിസ് അതീവ സുന്ദരനായിരുന്നു. അതുപോലൊരു സുന്ദരനായ ഒരു മനുഷ്യൻ വേറെയില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു നീരുറവ് കണ്ടപ്പോൾ ഇയാൾ അതിനകത്തേക്ക് നോക്കിയ സമയത്ത് ഇയാളുടെ പ്രതിഫലനം തന്നെ അതിനകത്ത് കണ്ടു. ഇയാൾ ഭ്രമിച്ചുപോയി, എൻ്റെ സൗന്ദര്യം ഇത്രമാത്രമാണോ? ഇദ്ദേഹം ഇത് കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനവും അവിടെ തന്നെയായിരുന്നു. ഇതിൽ നിന്നാണ് നമുക്ക് മറ്റേ നാർസിസം എന്ന ഒരു പദം വന്നത്. സൂഫി എന്നൊരു എഴുത്തുകാരനുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും, ജലാലുദ്ദീൻ സൂഫി. അദ്ദേഹത്തിൻ്റെ കവിതകൾക്കെന്ന് പറയുന്നത് അപാരമായ മാനങ്ങളുള്ള ആ ചിന്താധാരയെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പക്ഷെ പൂർണ്ണമായി എഴുതി തീർക്കാനോ അല്ലെങ്കിൽ നല്ല സംഭാവന ചെയ്യാൻ കഴിയാതെ തമസ്കരിക്കപ്പെട്ടു പോയ ഒരു സൂഫി എഴുത്തുകാരനാണ് ജലാലുദ്ദീൻ റൂഫി. അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറയെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തെ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റൂ. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കുറേ ശ്ലോകങ്ങളുണ്ട്. അത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല അനുഭവമാണ്. ഒരാളെ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് നാം എപ്പോഴാണ് വിധിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ തന്നെ ഈ സുന്ദരൻ സുന്ദരി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കേവലം കണ്ണുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലെ സങ്കീർണമായ ചില മനഃശാസ്ത്ര പ്രശ്നങ്ങളാണ്, മനഃശാസ്ത്രമായ ഒരു സമസ്യയാണ്. ഇനി വേറെ രസം ഞാനിതാണ്, കോൺട്രവേഴ്സിലാണ്, ഇത് ഞാൻ പറയുകയാണ്, ആരും തല്ലാമെന്നേക്കരുത്. ഒരാൾ എന്തിന് സുന്ദരനാകണം അല്ലെങ്കിൽ സുന്ദരിയാകണം? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു യാത്ര പോയാലോ? ഞാനത് അവിടെ ടൈം മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാവരെയും അതിനകത്തേക്ക് വിളിക്കുകയാണ്. നമ്മൾ കയറിയിട്ട് പോകണം. ഈ ടൈം മെഷീന് 2 തലയുണ്ട്, ഒരെണ്ണം മുകളിലേക്ക് പോകുന്നത്, ഒരെണ്ണം താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ തലയിൽ മുകളിൽ നമുക്ക് അതിനകത്ത് കയറി എല്ലാവരും അതിനകത്ത് കയറി ഇരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര പോവുകയാണ്, മുകളിലേക്ക് പോവാണ്, എന്നാൽ പുറകെ BC-യിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോയി ഒരു 10,000 10,000 വർഷം എത്തിയിട്ട് ഈ നമ്മൾ പോകുന്ന മുകളിലേക്കാണെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോയി നമ്മൾ ഏകദേശം 10,000 വർഷം അല്ലെങ്കിൽ 1,00,000 വർഷം അങ്ങനെയുള്ള ആ ഒരു ഹൈറ്റിലെത്തി. ഞാൻ ടൈം മെഷീൻ നിർത്തി. നിങ്ങളൊന്ന് താഴേട്ട് നോക്കൂ. നമ്മുടെ ഭൂമി പരന്നതാണ്, കുറേ വൃക്ഷങ്ങളും കുറേ കാട്ടുജീവികളും ദിനോസറും ഉള്ളതാണ്. കുറച്ചുകൂടെ താഴ്ത്തി കൊണ്ടുവരും, നമുക്കറിയാൻ പറ്റും കുറേ ഇടയ്ക്ക് 1 2 3 മനുഷ്യരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും താഴ്ത്തി കൊണ്ടുവരുന്നു. ഇങ്ങനെ നമ്മൾ താഴ്ത്തി വരുന്നതിനിടയ്ക്ക് ഇനി ഒരു കാര്യം പറ്റില്ല, ഈ ടൈം മെഷീനിൽ നമുക്ക് വേണമെങ്കിൽ 1 വർഷം എന്നുള്ളത് 1 സെക്കൻഡ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ടൈം മെഷീൻ 1 സെക്കൻഡ് താഴുമ്പോൾ നിങ്ങളുടെ ഈ ഭൂമിയിൽ 1 വർഷം പോയി. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളിൻ്റെ ജീവിതത്തിൽ 60 വർഷം എന്ന് പറയുന്നത് 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ 60 മിനിറ്റ് ഉണ്ടെന്ന് തീർന്നു കിട്ടും. നമുക്ക് വിഷയമാണ്, നമുക്ക് കാണാൻ പറ്റും, നമ്മളത് കാണുകയാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പിറവിയെടുക്കുന്നു, അവൻ ആഹാരം കഴിച്ച് ജീവിക്കുന്നു, അവൻ ഇണയെ സമ്പാദിക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, വീണ്ടും ആഹാരം കഴിക്കുന്നു, മീൻസ് വേട്ട തേടിയോ എങ്ങനെയാണേലും, അതിനുശേഷം പുള്ളി അതുപോലെ അങ്ങ് മരണപ്പെട്ടു പോകുന്നു. ഇതാണ് ടോട്ടലി നമ്മൾ എടുക്കുന്ന 3 പ്രോസസ്സായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലായി, അതായത് ഫിലോസഫിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം നിങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ 3 കാരണങ്ങളിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും, ഒരുപാടുണ്ടാവും. നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ മാത്രമായിട്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക്
പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു യോജിച്ച ഇണയെ കണ്ടെത്തുക, റീപ്രൊഡക്ഷൻ നടത്തുക, പരിപാലിക്കുക, അല്ലെങ്കിൽ പരിപാലിക്കപ്പെടുക, സന്തോഷപ്പെടുക, നിർവൃതി അടയുക, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുക. ഈ ഉദാഹരണം നമ്മൾ കണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ജീവിതം എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് പുതിയ ലോകത്തേക്ക് വന്നപ്പോൾ നമുക്ക് സുന്ദരന്മാരും സുന്ദരിമാരും ആകേണ്ടതായി വന്നു. അല്ലെങ്കിൽ തന്നെ പഴയ കാലങ്ങളിൽ തന്നെ എന്ന് പറയുന്നത് ഒരു BC-യുടെ തുടക്കകാലങ്ങൾ മുതൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇണയെ കണ്ടുപിടിക്കുന്നതിന് പൂർവികർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രൂപമാണ് ഈ ഇണയുടെ, അതായത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഈ ശരീരശാസ്ത്രവും അതുപോലെ തന്നെ മുഖത്തിൻ്റെ സിമെട്രി. മുഖത്തിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് നമ്മളെല്ലാം ജീവനാണെങ്കിൽ 2 ഭാഗം എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഭാഗത്തിനും ഏകദേശം ഒരേ സാമ്യമുള്ളത്, ഒരേപോലെ ഇരിക്കുന്നത്, അത് സൗന്ദര്യമായിട്ട് പണ്ട് കണക്കൂട്ടിയിരുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെയാണ് അസിമെട്രി. രണ്ടാമത്തുന്നത് ആരോഗ്യ ലക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ആധുനിക സിദ്ധാന്തത്തിൽ എത്തിയപ്പോൾ പറയുന്നത് പുതിയ സിദ്ധാന്തം അനുസരിച്ച് ഒരു ഹാലോ എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾ കാണാൻ ഭംഗിയുള്ളവരാണെങ്കിൽ അവർക്ക് ബുദ്ധിശക്തിയും ദയയും ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയുന്നതിന് മുമ്പേ തന്നെ അവരുടെ രൂപം കണ്ട് നമ്മൾ സുന്ദരൻ എന്നങ്ങ് വിധിക്കുകയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള സിനിമ, പരസ്യങ്ങൾ, ഇതെല്ലാം ഇത് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകളും മറ്റു കാര്യങ്ങളും ഇടപെടുന്നത്. നാലാമത്തത് കുറച്ചുകൂടെ ഇടപെട്ടൊരു കാര്യമാണ്. അതായത് നമുക്ക് പരിചിതരായ മുഖങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായി സാമ്യമുള്ള മുഖങ്ങളോട് നമുക്ക് എപ്പോഴും ആകർഷണം തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, ഈ തുറയെല്ലാം പറയുന്നത് സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഒരാളുടെ കണ്ണോ മൂക്കോ മാത്രമല്ല നമ്മുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ, മറിച്ച് ആ വ്യക്തിയെ മൊത്തത്തിലാണ് കാണുന്നത്, ആസ് എ ഹോൾ. ഈ മൊത്തത്തിലുള്ള ഭാവത്തിനെ നമ്മൾ ജസ്റ്റ് ആയിട്ട്, അതായത് മനസ്സിൻ്റെ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങ് തീരുമാനിക്കും ഇവർ സുന്ദരിയാണ്, ഇവർ സുന്ദരനാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജൈവശാസ്ത്രപരമായ പ്രേരണകളും പഠനങ്ങളും ചേർന്നാണ് ഒരാളെ തീരുമാനിക്കുന്നത്. ഞാനൊരാളിനെ കാണുന്നു, ഒരു സ്ത്രീയെ കാണുന്നു, അല്ലെങ്കിൽ ഞാനൊരു പുരുഷനെ കാണുന്നു, ഒരു സംഭവമാണ് ആ കണ്ടത്, ഒരു സംഭവം. ഉടനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നു, ഈ വ്യക്തിക്ക് നല്ല തിളക്കമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിരി കൊള്ളാം, അവരുടെ മൂക്ക് കൊള്ളാം, അയാൾ നല്ലതുപോലെ തലവെട്ടി മുടി ഒതുക്കി വെച്ചിരിക്കുന്നു, അയാൾ നല്ലപോലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. ഇതെൻ്റെ തോട്ടാണ്. അപ്പോൾ എനിക്കെന്താവും, കൊള്ളാം, സന്തോഷം. ഞാൻ എന്ത് ചെയ്യും, അയാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ, അയാളുടെ സംസാരിക്കാൻ, പരിചയപ്പെടാൻ, അല്ലെങ്കിൽ ഒരു ബഹുമാനം, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും. അതൊരു ഇമോഷനാണ്. ഈ സമയത്ത് ചെറിയ രീതിയിൽ ചെറിയ ശാരീരിക പ്രതികരണം വരും. നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ഇരിക്കുന്ന ആൾ, സാർ എവിടെയുള്ളതാണ്, അല്ലെങ്കിൽ മാഡത്തിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ആൾക്കാർ നമ്മൾ അവരിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ ഇത്? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങൾ ആണ് സൗന്ദര്യത്തെ നിർവചിക്കുന്നത്. ആത്മവിശ്വാസം ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തലയെല്ലാം നിവർത്തി നിന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സ്ത്രീയാണ് സുന്ദരി എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അതുപോലുള്ള സ്ത്രീ എവിടെ കണ്ടാലും, അത് കറുത്തതാണേലും വെളുത്താണേലും മെലിഞ്ഞതാണേലും തടിച്ചതാണേലും, എനിക്കൊരു സുന്ദരിയാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ക്ഷീമ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത്, അളവുകോലുകൾ വെച്ചല്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ എന്ന് പറയുന്നത് സത്യമൊന്നുമല്ല, പെട്ടല്ല. പകരം അതൊരു ഓപ്ഷനാണ്. അതായത് ഓപ്ഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരാളിന് സുന്ദരി എന്ന് തോന്നുന്ന ആൾ എനിക്ക് സുന്ദരിയല്ല, എനിക്ക് സുന്ദരൻ എന്ന് തോന്നുന്ന ആൾ വേറൊരാളിന് സുന്ദരനല്ല. ഇതൊക്കെ എങ്ങനെ നമ്മൾ അറിയുന്നത്? അതിൻ്റെ നമ്മുടെ സെൻസറി സിസ്റ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിഷ്വൽ സെൻസറി ഉള്ള ഒരാളാണെങ്കിൽ കണ്ണിന് ഇഷ്ടമുള്ള ധരിക്കുന്ന വസ്ത്രം ധരിച്ച ആളെ, നിറമുള്ള ആളെ ഈ കാണുന്ന സമയത്ത് ഞാൻ അയാളെ സുന്ദരനാണ്, സുന്ദരിയാണ് എന്നങ്ങ് തീരുമാനിക്കും. ഇനി അഥവാ ഓഡിറ്ററി സെൻസറി ഉള്ള ആളാണെങ്കിൽ, ഒരാൾ ഞാൻ പുറത്തു നിന്ന് സംസാരിക്കുന്നു, സുന്ദരമായ ശബ്ദം, എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം, ഞാൻ ഇവിടെ നിന്ന് തന്നെ അയാളെ കാണാതെ തന്നെ തീരുമാനിക്കും ഹി ഈസ് ക്യൂട്ട് അല്ലെങ്കിൽ ഷീ ഈസ് ക്യൂട്ട്, അല്ലേ? ഇതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മുടെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക്
ഒരു വല്ലാത്തൊരു ഗന്ധം, ഒരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടും. അത് മറ്റേ പെർഫ്യൂംസിൻ്റെ അല്ലാതെ തന്നെയുള്ള ഒരു ഓറ പോലൊരു സാധനം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ചെറിയ സുരക്ഷിതത്വം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നും. അത് അവരെ നമ്മൾ എന്തെയാക്കും സുന്ദരിയായിട്ട് സുന്ദരനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. ചില ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അടുത്ത് നിന്നാൽ മാത്രം മതി. ചിലപ്പോൾ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. ഇത് കിനസ്തെറ്റിക്സ് ആണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കാലങ്ങളിൽ വളർന്നു വന്നപ്പോൾ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് റോൾ മോഡലുണ്ട്. ആരുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, അങ്കിളുമാരുണ്ട്, ആൻറ്റിമാരുണ്ട്, ഓപ്പോളുമാരുണ്ട്, മുതിർന്ന ചേച്ചിമാരുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരും കൊണ്ട് നമുക്ക് വളരെ നീണ്ട, വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു ബോണ്ടേ ഉണ്ടായി. അവരുടെ ഫീച്ചേഴ്സുള്ള ആരെ കണ്ടാലും അവരുടെ നമുക്ക് സുന്ദരിമാർ. അത് നിങ്ങളുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെന്ന് മക്കളോട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പോകുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിക്കും. എന്താണ് കാര്യം? അയാൾക്ക് അയാളുടെ ചെവി കണ്ടായിരുന്നു, അത് അച്ഛൻ്റെ ചെവി പോലിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഒരാൾ പെട്ടെന്ന് ഒരു ആളിനെ സുന്ദരിയായെങ്കിൽ സുന്ദരി എന്നങ്ങ് ലേബൽ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു സമയം എന്ന് പറയുന്നത്, എപ്പോഴാണോ ഞാൻ സന്തോഷവാനായിരിക്കുന്നത് ആ സമയത്ത് ഞാൻ കാണുന്നതൊക്കെ സുന്ദരമുള്ളത്. എനിക്ക് ലോട്ടറി അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് കഴിഞ്ഞ് നമ്മുടെ അത് കഴിഞ്ഞ് ആ ടെൻഷൻ കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് വന്ന് ആ സമയത്ത് ഡോക്ടർ വളരെ കാമാക്കി വിട്ടു. മരുന്നരിയെ ഇതങ്ങ് പോകുന്നത് പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴുള്ള മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിറങ്ങി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചുറ്റും ഇരിക്കുന്ന രോഗികളും അവിടുത്തെ നേഴ്സുമാരും ബാക്കി കാണുന്ന ഓട്ടോ ഡ്രൈവർമാരും എല്ലാം വളരെ സുന്ദരന്മാരാണ്. ശ്രദ്ധിച്ചോ? അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ സബ്ജക്റ്റിലേക്ക് വരാൻ, ഈ നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന സാധനം, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് ഒന്നിനെ അങ്ങോട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്ന സാധനമല്ല. അതെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അതായത് കിട്ടുന്ന വിവരങ്ങളെല്ലാം അത് എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഒരാൾ സുന്ദരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ശാരീരിക രൂപം മാത്രം വെച്ചല്ല, നിങ്ങളുടെ തലച്ചോറ് എങ്ങനെ അത് ഡീകോഡ് ചെയ്യുന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തുകയാണ്. നമ്മുടെ കണ്ണുകൾ ഒരാളെ കാണുന്നു, അതൊരു എക്സ്റ്റേണൽ ഇവൻ്റ്. ഇത് ഈ ഇൻഫർമേഷൻ തലയിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലുള്ള മൂല്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് അത് ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നു. ആ ചിത്രത്തെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ആ ഫിൽട്ടർ ചെയ്തതിന് ശേഷം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ പ്രീസപ്പോസിഷൻസുമായിട്ട് അല്ലെങ്കിൽ പിക്ചേഴ്സുമായിട്ട് ആ ഫോൾഡറുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു, മാച്ച് ദ പ്രോപ്പർട്ടി നടത്തുന്നു. ആ മാച്ച് ദ പ്രോപ്പർട്ടിയിൽ വിൻ ചെയ്യുകയാണെങ്കിൽ അവയാൾ സുന്ദരനാണ്, അല്ലെങ്കിൽ അവർ സുന്ദരിയാണ്, ഈ സ്ഥലം നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ മുമ്പ് സ്നേഹം അല്ലെങ്കിൽ സന്തോഷം ഒക്കെ തരുന്ന ആൾക്കാരുടെ ആ തരുന്ന അവരുടെ ഫീച്ചേഴ്സ് ഇതൊരു ആങ്കറാണ്. നമ്മുടെ ഉള്ളിൽ ഹുക്കായിട്ട് എപ്പോഴും കിടക്കും, എന്ന് കിടക്കും. നമ്മളത് കൊച്ചുനാളിലേ രൂപപ്പെട്ട് വരുന്നതാണ്. ഒരുപക്ഷെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകാം. അപ്പോൾ റിസോഴ്സ്ഫുള്ളായ ഒരു മനുഷ്യൻ അയാളുടെ സ്റ്റേറ്റിനനുസരിച്ച് അയാൾ എപ്പോഴാണോ ആ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈവൻറ്റിലേക്ക് അത് ഒബ്സർവ് ചെയ്യുന്നത്, ആ സമയത്ത് അയാളുടെ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കിയാണ് അത് സൗന്ദര്യമാണോ, നല്ലതാണോ, ചീത്തയാണോ, സുന്ദരനാണോ അല്ലയോ എന്നെല്ലാം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്. ഈ സമയത്ത് നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ സൗന്ദര്യം എങ്ങനെ രൂപപ്പെടുന്നു പറഞ്ഞു. ഈ സൗന്ദര്യം നമുക്കൊരാളെ സുന്ദരിയായി കാണാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെയോ മറ്റൊരാളെയോ സുന്ദരിയായോ സുന്ദരനായോ കാണാൻ എന്തെങ്കിലും പ്രായോഗിക വഴികളുണ്ടോ? അതൊരു പ്രധാന ചോദ്യമാണ്. അത് നമുക്ക് പറയേണ്ടി വരുന്നത് ഒന്നാമത്തെ അഫർമേഷൻസ് തന്നെയാണ്. അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ സുന്ദരനാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു തുടങ്ങിയ വാചകങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് റീഫ്രെയിമിംഗ് ആണ്. എൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു ചരി കൊണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ബമ്പുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ മൂക്കൊന്ന് വിടർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് പല്ലും തള്ളിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചറലായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നമ്മളുടെ അഡ്വാൻറ്റേജായി കാണാൻ പഠിക്കണം. ഒരു കൺസൾട്ടേഷൻ ആവശ്യമുള്ള സാധനമാണത്, അതിനും സഹായം ആവശ്യമുള്ളതാണ്. രണ്ടാമത് നമുക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ മറ്റൊരാളുടെ ഇടയിൽ സുന്ദരനോ സുന്ദരിയോ എലിജിബിളോ അല്ലെങ്കിൽ എഫിഷ്യൻ്റോ ആയി കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ ഫിസിയോളജി മാറ്റണം. അടുത്തൊരെണ്ണം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ കളഞ്ഞേ പറ്റൂ. എങ്ങനെ കളയാം? സോഷ്യൽ മീഡിയയിലെ ഫിൽട്ടർ ഉപയോഗിച്ച് ഉള്ള താരതമ്യം ഒഴിവാക്കുക.
അതുപോലെ തന്നെ ഞാൻ സുന്ദരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കണ്ടെത്തുക. അടുത്തെന്ന് പറയുന്നത് ഒരു ലേബലിംഗ് നടത്താതിരിക്കുക. ഞാൻ സുന്ദരിയാണെങ്കിൽ അല്ലെങ്കിൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് എനിക്കെൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ ഒരു തരം ലേബലിങ്ങിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി പ്രതിഷ്ഠിക്കണം. അതുപോലെ തന്നെ സെൽഫ് ഇമേജ് റീപ്ലേസ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞത് അതിന് ആത്മവിശ്വാസത്തിൻ്റെ ഭാഷ, അതായത് ഫിസിയോളജിയിൽ ചേഞ്ച് വരുത്തുക, പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൂടെ എല്ലാം നമുക്ക് എന്താ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള സൗന്ദര്യബോധത്തെ എന്നെ തന്നെ എനിക്ക് തിരിച്ചറിയാനും അതുവഴി മറ്റുള്ള ആൾക്കാരെ സുന്ദരന്മാരും സുന്ദരിമാരും സന്തോഷമുള്ളവരും ആക്കി നമുക്ക് കാണാനും പറ്റും. ഇതിന് മാത്രം മതിയോ? പോരാ. അതിൻ്റെ കൂടെ ചെറിയൊരു ഫിസിക്കൽ ചെറിയൊരു അളവ് കൂടെ വേണം. ഒന്നാമത്തത് നമ്മൾ പറയുന്ന ഗ്രൂമിങ് തന്നെയാണ്. അപ്പോൾ ഗ്രൂമിങ് നമ്മൾ ഒരാളിനെ എടുത്തിട്ട് ഒരു പുരുഷനെ ഒരാളിനെ എടുത്ത് നോക്കുന്നു, പുരുഷനെയോ സ്ത്രീയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഗ്രൂം ചെയ്യേണ്ടത് നമ്മുടെ തലമുടി തന്നെയാണ്. കാര്യം അതിനെ നല്ലതുപോലെ വെട്ടി ഒതുക്കി അല്ലെങ്കിൽ ചെയ്യിക്കരുത്. അതായത് നിങ്ങൾ കാണുന്ന ഇപ്പോൾ എയർ ഹോസ്റ്റസ്മാർ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരാദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പടർന്നു കിടക്കുന്നതുമായിട്ടുള്ള മുടികളൊന്നും അല്ലാതെ ഗ്രൂം ചെയ്തെടുത്ത് വെക്കുകയാണ്. ചില ആൾക്കാർ അതുപോലെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളുടെ സുന്ദരിയാക്കുന്ന ഒരെണ്ണമാണ് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു പുഞ്ചിരി. അതുണ്ടെങ്കിൽ ഏത് കുറവും അതുകൊണ്ടങ്ങ് തീർന്നു കിട്ടും, പരിഹരിക്കപ്പെട്ടു കിട്ടും. ഇത് മറക്കാതെ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഉപരി നമ്മൾ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ബുദ്ധിശക്തി, അതിൻ്റെ പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും നമ്മൾ സഹായിക്കണം, നമ്മൾ പരിശ്രമിക്കും. സ്വയം സുന്ദരിയല്ല എന്ന തോന്നൽ അത് ഇൻസെക്യൂരിറ്റിയാണ്. ആ കുറവ് കണ്ടെത്താൻ പലപ്പോഴും വേറെ പല കുറുക്കു വഴികളും ആളുകൾ ചെയ്യാറുണ്ട്. അതായത് ഫിൽട്ടർ ഇട്ട് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഫിൽട്ടർ ഇട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇടുക, അതുപോലെ ഫോട്ടോ എഡിറ്റിങ് നടത്തുക. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള അപകർഷതയെ മാറ്റും എന്ന് ആരും കരുതണ്ട. നിങ്ങളിപ്പോൾ ഫിൽട്ടർ ഇട്ട് ഒരു പടം എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് അതെല്ലാം മുഖമെല്ലാം കഴുകി കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പഴയ ആൾക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ് അമിതമായ മേക്കപ്പ്, ബ്ലീച്ചിങ് പോലുള്ള കെമിക്കൽ ആപ്ലിക്കേഷൻസ് നടത്തുക. പിന്നുള്ളതെന്ന് പറയുന്നത് വളരെ പൈസ ചിലവുള്ള സാധനമാണ് ആർട്ടിഫിഷ്യൽ എൻഹാൻസ്മെൻറ്റ്സ്. അതായത് പുരികത്തിലൊക്കെ ഓരോന്ന് സാധനം ഫിറ്റ് ചെയ്യുക, കണ്ണിൽ ഫിറ്റ് ചെയ്യുക, ചെവിയിലെല്ലാം പല കാര്യങ്ങൾ, മൂക്കെല്ലാം തുളച്ച് അതൊക്കെ ഇടുക, പല്ലിൽ പുതിയ പല്ല് പിടിപ്പിക്കുക, കണ്ണിനകത്ത് ഈ കോണ്ടാക്ട് ലെൻസ് വയ്ക്കുക, ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ലോങ് ടൈമിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് നടന്നത്, ആ 1-2 നിമിഷത്തേക്ക് മാത്രം. അതുപോലെ തന്നെയാണ് മറ്റൊരു ദോഷം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ കോപ്പി അടിക്കുക. അതായത് സിനിമാ നടി നടക്കും പോലെ അവരിടുന്ന അവരുടെ ഡ്രസ്സ് ഇടും, അവർക്കെന്താ കാര്യം, വല്ലവൻ്റെയും പൈസ വല്ലവരെയും കാണിക്കുന്നു, അവരൊരു ദിവസം നിന്ന് ആ ഡ്രസ്സ് ഇട്ട് ഊരിയിട്ടു അതങ്ങ് കളഞ്ഞു. ഈ വാങ്ങുന്നവൻ അതല്ല സ്ഥിതി അല്ലേ? അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇതൊക്കെയാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും അമ്മമാരും രക്ഷകർത്താക്കളും എല്ലാം വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഈ പിള്ളേരുടെ അല്ലെങ്കിൽ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുടെ ക്രാഷ് ഡയറ്റിങ്. ക്രാഷ് ഡയറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ആഹാരം കഴിക്കും, എന്ത് കഴിച്ചുകൂടാ എന്ന് തിരിച്ചറിയാതെ ആഹാരക്രമങ്ങളിൽ വരുന്ന പുതിയ ആഹാരങ്ങൾ പരീക്ഷിക്കും. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ പ്രശ്നങ്ങളും ഏറെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കുറുക്കുവഴികളെല്ലാം സ്വീകരിക്കുന്നതിന് നമുക്ക് ഒരു അന്തിമ പരിഹാരം, യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ശരിയായ അക്സെപ്റ്റൻസ് തന്നെയാണ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള കുറവുകളെ തിരിച്ചറിയും, വൃത്തിയുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിത്വമായി സ്വയം വളർത്തുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അതാണ് അക്സെപ്റ്റൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തലച്ചോറ് ക്രമമല്ലാത്ത ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു സാധനവും സ്വീകരിക്കാൻ ഇഷ്ടമല്ല. പകരം അത് ഓർഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അടുക്കി വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ ഒരു വസ്ത്രം എടുക്കൂ, അതെന്ന് പറഞ്ഞാൽ വെൽ ഫിറ്റഡ് ഓർ വെൽ നീറ്റഡ് ആയിരിക്കണം. എന്താ കാര്യം നല്ലതുപോലെ തേച്ച് ഒടുക്കത്തിട്ട്, ഞാനിത് തേച്ചിട്ടില്ല കേട്ടോ, ഇത് പറഞ്ഞേക്കരുത്. അപ്പോൾ എല്ലാം തേച്ച് ഒതുക്കിയിട്ട് എല്ലാം ശരിയാക്കി നിൽക്കുന്ന ഒരാൾ, അത് സാരി ആണേലും
ചുരിദാറാണേലും ബാക്കി മറ്റ് പുതിയ വസ്ത്രങ്ങളാണേലും ഷർട്ട് പാൻറ് ഈ ഏത് വസ്ത്രങ്ങളാണെങ്കിലും വെൽ ഫിറ്റഡ് ആയിരിക്കും. ഈ സാധനത്തിനാണ് നമ്മൾ നാടൻ ഭാഷയിൽ ഒതുക്കം എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ആത്മവിശ്വാസം കൂടുതലാണ്. നമുക്ക് എപ്പോഴും അറിയാം, നഗര ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ചെല്ലുമ്പോൾ വളരെ നീറ്റായി ഡ്രസ്സ് ചെയ്ത ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോൺഫിഡൻസ് പോലും ബാധിക്കുന്ന തരത്തിൽ അയാളുടെ കോൺഫിഡൻസ് പൊങ്ങി നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ പെരുമാറ്റം ആ രീതിയിലായി മാറുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അയാളുടെ ശരീരത്തെയും ചുറ്റുപാടിനെയും പരിപാലിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ വൃത്തി അല്ലെങ്കിൽ ഒതുക്കം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ സ്വയം സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും മാത്രമേ വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകുന്നുള്ളൂ. ഈ ആത്മവിശ്വാസമാണ് യഥാർത്ഥ സൗന്ദര്യമായിട്ട് പുറത്തു വരുന്നത്. ഇതാണ്. അപ്പോൾ വൃത്തിയുള്ള ഒരാളെ കാണുമ്പോൾ അവർ കാര്യപ്രാപ്തിയുള്ളത്, അടക്കമൊതുക്കമുള്ളവരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഈ ഗുണം അവരെ കൂടുതൽ ആകർഷകമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. ഒതുക്കം എന്ന ഒരു വ്യക്തിയുടെ അച്ചടക്കത്തെയും വൃത്തി എന്നത് അയാളുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യം കാലത്തിനനുസരിച്ച് മാറും, പക്ഷേ വൃത്തി, ഒതുക്കം ഇത് ശ്രദ്ധിക്കുക. ഞാൻ വൃത്തി എന്ന് പറയുന്നത് ക്ലീൻനെസ് മാത്രമല്ല. നമ്മൾ പറയേണ്ട അയാളൊരു നല്ല വൃത്തിയുള്ള മനുഷ്യനാണ്, അയാളുടെ വൃത്തിയുള്ള പ്രവൃത്തിയായിരുന്നു, ഇല്ലേ? ആ പറയുന്ന ബ്രോഡർ മീനിങ്ങിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ വൃത്തിയും ഒതുക്കവും എന്നും നിലനിൽക്കുന്നതാണ്, എന്നാൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതുമാണ്. ആ ഒരാളുടെ വ്യക്തിത്വത്തിന് തിളക്കം നൽകാൻ ഈ രണ്ട് കാരണങ്ങൾ മാത്രം മതിയാവും. ഇതിനു വേണ്ടി എന്തോ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്? സിമ്പിൾ ടിപ്സാണ് ഇത്. റിസർച്ച് ഐറ്റങ്ങളൊന്നുമല്ല. കീപ് യുവർ സെൽഫ് ക്ലീൻ ആൻഡ് ഹൈജീൻ. നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിരിക്കുക. നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ പുറത്ത് പോകുമ്പോൾ, സ്ത്രീകളാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇത് കുളിക്കാനായിട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ തൊണ്ടും വാഷിംഗ് പൗഡറൊന്നും എടുക്കണ്ട. ജസ്റ്റ് യു ഗോ ഇൻസൈഡ് ദ ബാത്റൂം ആൻഡ് ജസ്റ്റ് പോർ വാട്ടർ ഇൻ യുവർ ബോഡി. അത് മാത്രം മതി. കാരണം നമ്മുടെ ശരീരത്തിലെങ്ങും അത്രയും ഉള്ള അഴുക്ക്, നിങ്ങളാരും മണ്ണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും മണ്ണിപ്പഴി എടുത്തിട്ട് വരുന്ന ആൾക്കാരൊന്നുമല്ല. വീട്ടിൽ ജോലി കഴിഞ്ഞ ആൾക്കാർക്ക് ആ വിയർപ്പം മാത്രം ഒന്ന് കഴുകി കഴിഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കിനസ്തെറ്റിക്സ് പോലെ നിങ്ങൾക്കൊരു മണം ഉണ്ടാവും. അത് നിങ്ങളുടെ എന്ത് ചെയ്യും? ആരോടെങ്കിലും ചെല്ലുന്ന ആളിനാണ് ഫീൽ ചെയ്യും. അവർ നിങ്ങൾ സുന്ദരിയാക്കി കൂട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ അലസമായിട്ടുള്ള ക്ലട്ടേഡായ ഒന്നും നമ്മുടെ തലച്ചോറിന് വേണ്ട. അതുകൊണ്ട് നമ്മുടെ രൂപമൊക്കെ മാറ്റി തലയെ തലമുടിയും എല്ലാം നല്ലതുപോലെ അടുക്കി ഒതുക്കി വെട്ടി ഒതുക്കിയൊക്കെ വയ്ക്കുക. മുഖം ക്ലീനായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലോക്കൽ, ഞങ്ങളുടെ പോലുള്ള പ്രായ ആൾക്കാർക്ക് പറയാൻ പറ്റുന്നത്, ഈ യങ്സ്റ്റേഴ്സായ ആൾക്കാരുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നില്ലേ, അതായത് കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം കൂട്ടണം. അത് അതൊരു ആൻറ്റിബയോട്ടിക്കാണ്, ഒരു അലർജിസ്റ്റിക്കാണ്. ഇങ്ങനെയുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് ഈ പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ പല കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ ഫുഡ്. നിങ്ങൾ തടിയുള്ളവരാണ്. തടിയുള്ളതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടി കുറഞ്ഞു പോയി എന്ന് പറയുന്നത്, തടി കുറഞ്ഞു എന്ന് പറയുന്നത് സൗന്ദര്യമല്ല. തടി കൂടിപ്പോയി എന്ന് പറയുന്നത് ദോഷവുമല്ല. അപ്പം എന്തിനു വേണ്ടി ഈ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു 2014 മുതൽ ഈ പത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ ആൻഡ് റെസിലിയൻസ് ആണ് എൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആങ്സൈറ്റികളോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സ്പീക്കിംഗ് ആയ പ്രശ്നങ്ങളോ വരുന്നിടത്ത് എല്ലാം നമ്മൾ ചോദിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ സൗന്ദര്യ പ്രശ്നമുണ്ട്. എക്സാം ആങ്സൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യൂ, അതിൻ്റെ പുറകിൽ ഈ ചെറിയ കുട്ടികളുടെ, അഡോളസൻ്റിലെ പിള്ളേരുടെ ഈ സൗന്ദര്യ പ്രശ്നമുണ്ട്. അവരുടെ ഫ്രസ്ട്രേഷൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടണം. ഒന്നുകൂടെ പറയുന്നു, അതുകൊണ്ട് ഈ കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടണം. വളരെ മെച്യൂർഡായ ഒരു സമീപനം ഉണ്ടാക്കി നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ യുവതയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകണം. ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അവർക്ക് സഹായം വേണം. ഇതിനകത്ത് സൈക്കോളജിസ്റ്റുകളോ ബാക്കിയുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. എടുത്തു വരുന്ന ആൾക്കാരെ എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അമിതമായ രീതിയിലുള്ള ഈ എന്തുകൊണ്ട്, വൈ എന്ന ക്വസ്റ്റ്യൻ, അതിനുത്തരം നമ്മൾ കൊടുക്കണം. ഇല്ലാത്തത് ഒരു മോശപ്പെട്ട ഒരു പുതുതലമുറയെ വാർത്തെടുക്കലാവും.
എന്തായാലും 2026 മാർച്ച് 17 എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഫീഡ്ബാക്ക് വോയിസ് ഇടുക, ദാറ്റ്സ് ബെറ്റർ ഫോർ മീ. എല്ലാവരും ഇടുക, സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളതെന്ന് പറഞ്ഞത്. കമൻറ്റ് ഇടണ്ടെന്നല്ല പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് മീ ആൻഡ് ഗീവ് മീ എ ചാൻസ് ടു അഡ്രസ് ദിസ് പ്രോബ്ലം ഇൻ ഹിയർ Wimble Academy and especially Sajna Mustafa. Thank you. See you again with another subject. Good morning, sir. Good morning. Yes. തുടങ്ങിയാട്ടെ. എന്തായാലും വോയിസ് വേറെ ഇടണം കേട്ടോ, പറഞ്ഞാ പോരാ. പറഞ്ഞ പോരാ. എനിവേ വ്യത്യസ്തമായ രീതിയിൽ എന്തായാലും രാവിലെ തന്നെ പറഞ്ഞേക്കാം, വളരെ സുന്ദരിയായിട്ടുണ്ട്. അയ്യോടാ, താങ്ക് യു. ഒരു താങ്ക്സ് പറയണം. താങ്ക് യു. അതാണ് ആവശ്യം. യെസ്. കേൾക്കുമ്പോ ഒരു സുഖല്ലേ? അതെ യെസ്, കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് തീർച്ചയായിട്ടും. അതെ. യെസ്, വ്യത്യസ്തമായ ഒരു രീതിയിൽ വ്യത്യസ്തമായ ഒരു ടോപ്പിക്ക് സാർ എടുത്തു. അത് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സംഭവം തന്നെയാണ്. ഒതുക്കവും ക്ലെൻലിനെസ്സും ഒക്കെ ആണ് നമ്മുടെ ബ്യൂട്ടിയെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ കയറ്റി വെക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിനെ നിർവചിക്കുന്നത്. അല്ലാതെ പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങളൊന്നുമല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ യു കണക്റ്റഡ് ഇറ്റ് ടു ചെറുപ്പത്തിൽ തന്നെ മക്കളിലേക്ക് അത് എത്തിക്കണമെന്നുള്ളതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. കാരണം അവിടുന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങൾ, ആ കോൺഫിഡൻസും ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കയറുമ്പോൾ അങ്ങനെയാണല്ലോ അതിലേക്കൊക്കെ എത്തുന്നത്. ഒതുക്കത്തിലേക്കും പിന്നെ ക്ലെൻലിനെസ്, ആ ഒരു രീതിയിൽ വൃത്തിയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു മെസ്സേജ് എല്ലാവർക്കും ചിന്തിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്, ഒരു സൂസൻ മാം പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ടോപ്പിക്. സാർ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. സത്യമാണത്. എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന അവസരത്തിന് ഇതിനൊരു പങ്കില്ലേ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ അത് ശരിക്കും അത് ഒരു കാരണം തന്നെയാണ് അല്ലേ? സാർ പറഞ്ഞ ഹാലോ എഫക്റ്റ് എല്ലാം സത്യമാണ്. നമ്മൾ ആദ്യമേ വിചാരിക്കുന്നല്ല, കാണാൻ ഭംഗിയുള്ള ഒരാൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, ആള് നല്ലപോലെ സംസാരിക്കുമായിരിക്കും, ആളുകളുമായിട്ട് ഇടപഴകാൻ അറിയുന്ന ആളായിരിക്കും എന്നൊക്കെ ഒരു മുൻധാരണ പലപ്പോഴും വരാറുണ്ട്. അതുപോലെ നേരെ തിരിച്ചും. എന്തായാലും നല്ല രസമായിട്ട് തന്നെ സാർ അവതരിപ്പിച്ചു. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ കമന്റ്. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക് കേട്ടു. നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ട് തന്നെ കിടക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ടല്ലോ. പക്ഷെ ഇന്നെന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് ഒരുപാട് പോയിന്റ്സുകളൊക്കെ നമുക്ക് ചിന്തിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി ടോപ്പിക്സ് ആയിട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ ഒരു ഹോപ്പ് വന്നതിന്. ഓക്കെ, സി യു അഗൈൻ.
നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു. സാർ എക്സിറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? സാർ ഞാൻ പറഞ്ഞോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പോയാ. അതാ, ഐ തിങ്ക് സോ. ഐ തിങ്ക് ഹീസ് നോട്ട് ദെയർ എനിമോർ. ഞാൻ വിചാരിച്ചു ഞാൻ ആരും പറയാണ്ടായപ്പോ പറഞ്ഞതായിരുന്നു. സാറ് വെച്ചിണ്ടാവും കഴിഞ്ഞു വെച്ചിണ്ടാവും അതാ. പോയത്. എനിവേ ഐ തിങ്ക് ഹീസ് ഗോൺ. എന്നാലും നമുക്ക് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇടാൻ നോക്കാം. അതെ അതെ, യെസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു എല്ലാവർക്കും ദിവസം ആവട്ടെ അല്ലേ? അതെ അതെ, യെസ്. താങ്ക് യു. ഓക്കെ then.